തലവൻ ജസ്റ്റ് ജോയ് പടം അത് എഴുതി കാണിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിത് ജസ്റ്റ് ജോയ് പടം നമ്മൾ വിചാരിക്കില്ല. കാരണം ജസ്റ്റ് ജോയ് പടങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഒരു നന്മ എലമെൻ്റ് ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ഒരു ത്രില്ലർ മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സ്റ്റാർട്ടിങ് രണ്ടുപേരുടെ ഈഗോ ക്ലാഷ് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ അയ്യപ്പൻ കോശി വൈബാണെന്ന് വിചാരിക്കും. പക്ഷെ പിന്നീട് ത്രൂ ഔട്ട് ഒരു ക്രൈം നടക്കുന്നു, ആ ലീഡിലേക്ക് പോകുന്നു. കംപ്ലീറ്റ്ലി ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ഡിപ്പ് പോലെ തോന്നി. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആയ നല്ല ട്വിസ്റ്റായിരുന്നു. ആൻഡ് എന്താ പറയുക, മേക്കിംഗ് വൈസും നല്ല ഡിഫറൻസ് ആണ്. നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന ജസ്റ്റ് ജോയ് പടങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ജോണറാണ്. സോ എന്തായാലും വെറുതെ ആയില്ല, നല്ലൊരു. പിന്നെ കുറച്ച് നാൾക്ക് ശേഷം ആസിഫ് അലിയുടെ നല്ലൊരു കംബാക്ക് ആയിരിക്കും ഇത്. ഭയങ്കര മാസീവ് ആക്ഷനോ അല്ലെങ്കിൽ മാസ് ഡയലോഗോ ഒന്നുമില്ല, ഒരു പക്ക റിയലായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. സോ മൂവി എന്നിലെ പ്രേക്ഷകനെ അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. പിന്നെ ബിജു മേനോൻ ആസിഫ് അലി കോമ്പിനേഷൻ അവർ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്, അത് നല്ല രസമുണ്ടായിരുന്നു. ഇതിനകത്ത് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല ഈഗോ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അവർ തമ്മിലുള്ള അരച്ചിലുകളൊക്കെ ഉണ്ട്, പക്ഷേ ക്ലൈമാക്സ് അവർക്ക് എടുക്കുമ്പോൾ പടം വേറെ നൈസാവുന്നുണ്ട്. ട്വിസ്റ്റ് അത്യാവശ്യം പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റായിരുന്നു. നമ്മൾ ഒരാളെ സങ്കല്പിച്ച് നോക്കുമ്പോൾ ഒട്ട് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരാൾ വരില്ലേ, ആ വേൾഡ് ട്വിസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈങ് ആയിരുന്നു. പിന്നെ സെക്കൻഡിലേക്ക് ചെറിയൊരു ലീഡ് പോലെ ഉണ്ട്. സോ മൊത്തത്തിൽ ഒരു ഡിഫറെൻറ്റ് മൂവി ഫ്രം ജസ്റ്റ് ജോയ്. നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റർ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്തായാലും വർക്കാവും. ഇല്ല, എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ ആരാണ് തലവൻ എന്നുള്ളത്. രണ്ടുപേരും പക്ക ഇതുണ്ട്. രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരും കട്ടയ്ക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും നല്ല ഈഗോ ഉള്ള രണ്ട് ടീംസാണ്. രണ്ടുപേരും നല്ല കട്ടയ്ക്കായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ കോമ്പിനേഷൻ സീസ് ഞാൻ പറഞ്ഞില്ലേ, ബിജു ആസിഫ് അലി വരുമ്പോൾ ഒരു പ്രത്യേകത. പക്ഷേ പലരും നമ്മൾ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു പക്ക ഒരു ചെറിയ റൈവലിയുള്ള ടീംസായിട്ട് വരുന്നത്. സോ നല്ല രസമുണ്ടായിരുന്നു. തലവൻ പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി മൂവിയാണ്. കാരണം ബിജുമോൻ ആസിഫ് അലി കോമ്പിനേഷനൊക്കെ സൂപ്പറായിരുന്നു. നല്ലൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്, ക്രൈം ത്രില്ലർ ജോണൽ മൂവിയാണ്. പിന്നെ ക്ലൈമാക്സിൽ കുറച്ച് ദൃശ്യത്തിൻ്റെ ഒരു ഇതൊക്കെ വന്നെങ്കിൽ പോലും ഈ പറഞ്ഞ പടം ഒരു മാസ് ക്രൈം ത്രില്ലറാണ്. ഇതൊരു നമ്മൾ കാണുന്ന ജോണൽ മൂവിയാണ്. പിന്നെ ബീജിയം ഡയറക്ഷൻ മേക്കിംഗ് എല്ലാം സൂപ്പറായിരുന്നു. നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു എൻജോയബിൾ മൂവിയാണ് സംഭവം. തലവൻ നമ്മൾ ട്രെയിലറിൽ നമ്മൾ കണ്ടു പ്രതീക്ഷിച്ച പോലെ തന്നെ കംപ്ലീറ്റ് ബിജു മേനോൻ ആസിഫ് അലി പെർഫോമൻസ് ആണ് സിനിമയിൽ. നമ്മൾ ഹീറോയിസം എന്ന് പറയില്ല, പക്ഷേ ഒരു പോലീസ് സ്റ്റോറിക്കകത്ത് അവർ ചെയ്യാൻ പറ്റുന്നത് എന്താണോ, കാരണം അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ആയാലും അവരുടെ മാനേഴ്സ് ആയാലും കംപ്ലീറ്റ്ലി ജിസ് ജോയ് ചോർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ടൈറ്റിലിൽ ജിസ് ജോയെ കാണിച്ചില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ല, ഇത് ജിസ് ജോയ് ചെയ്ത സിനിമയാണ്. നമ്മൾ എന്താ കോമഡി ആയിട്ട് പറയുന്ന പോലെ സെക്കൻഡ് ഹാഫിൽ വില്ലൻ്റെ മനസ്സറിയാൻ ശ്രമിച്ചിട്ട് ആ ഒരു രീതിയിലല്ല വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ട്രോളുകൾക്കുള്ള മറുപടിയാണ്, ജിസ് ജോയ്ക്കെതിരെയുള്ള ട്രോളുകൾക്ക് മറുപടിയാണ്. പിന്നെ വന്നു പോകുന്ന ഓരോ ക്യാരക്ടേഴ്സിനും കൃത്യമായ ക്യാരക്ടർ ആർക്കുണ്ട് ഈ സിനിമയിൽ. വെറുതെ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ആരുമില്ല. പിന്നെ ഒന്നോ രണ്ടോ സീനുകൾ വന്നു പോകുന്നവർ പോലും അവരുടെ ഭാഗം ആ പടത്തിന് വേണ്ട ഇമോഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അനുശ്രീയും മിയയും ശക്തമായ കഥാപാത്രമാണ്. നമ്മുടെ സിനിമകളിൽ നിന്ന് സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് സ്ക്രീൻ ഇവരുടെ അത്രയും ഇല്ലെങ്കിൽ കൂടി അവർ ഈ സിനിമയിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള റോള്, പ്രത്യേകിച്ച് അനുശ്രീയും മകളുമായിട്ടുള്ള രംഗങ്ങൾ അനുശ്രീയുടെ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ രണ്ട് സീനിൽ വന്നിട്ട് ജാഫറിക്ക് കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്ത് സീൻ കൊണ്ടുപോയി. ആ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ പ്രേക്ഷകൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചിന്ത എന്ന രീതിയിൽ ജാഫറിക്ക് എടുത്തത് ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹം. കാരണം നമ്മൾ ഈ കഥ എങ്ങനെ പോകണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പുള്ളി ആ കഥ പറയുകയാണ്, അപ്പോൾ ആർട്ടിസ്റ്റ് അവിടെ പൊളിയാണ്. അങ്ങനെയുള്ള ഒരു സിനിമ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? സാധാരണ അന്വേഷണ റീസെൻ്റ്ലി കണ്ട സിനിമകളിൽ പഴയ കാലത്തെ അന്വേഷണ കഥകളാണ് പറയുമെങ്കിൽ ഇത് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയ ന്യൂജൻ സ്റ്റോറിയാണ്, വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന സ്റ്റോറിയാണ്. വന്നു പോകുന്ന എല്ലാവരും അവരുടെ അസാധ്യമായ പ്രകടനം പുറത്തെടുക്കും. ഇപ്പോൾ കോട്ടയം നസീറൊക്കെ ഇനിയും യൂസ് ചെയ്യാനിരിക്കുന്നതെന്ന് ഈ സിനിമയിലൂടെ കാണാം. കോട്ടയം നസീർ, ശങ്കർ രാമകൃഷ്ണൻ, ദിലീഷ് പോത്തൻ, ഇങ്ങനെയുള്ള ഒരു പറ്റം അഭിനേതാക്കളുടെ മാസ്മരിക പെർഫോമൻസ് തന്നെ എടുത്തു പറയണം. കാരണം അവർ കംപ്ലീറ്റ്ലി ആ ക്യാരക്ടറായിട്ട് മാറിയിരിക്കുന്നു. സിനിമയ്ക്ക് വേണ്ട സീരിയസ്നെസ് തുടക്കം മുതൽ ഒടുക്കം വരെ എഴുത്തിൽ പുലർത്തിയ, കാരണം ഇത്തരം സിനിമകൾ എഴുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിഗംഭീരമായി എഴുതിയ, നന്നായി എക്സിക്യൂട്ട് ചെയ്ത ആക്ഷൻ, എല്ലാ ആക്ടേഴ്സും കംപ്ലീറ്റ് ഇമോഷൻ കൊടുത്ത ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. തിയേറ്റർ മൂവിയാണെന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ ദീപക് ദേവിൻ്റെ BGM-ആണ്. ദീപക് ദേവിൻ്റെ BGM എന്ന് പറയുന്ന ഒരു തിയേറ്ററിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് മൂഡിനെ എലിവേറ്റ് ചെയ്യുന്ന ദീപക് ദേവിൻ്റെ മ്യൂസിക് ഈ സിനിമയെ വളരെയധികം എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മസ്റ്റ് വാച്ച് ത്രില്ലറാണ്. ഈ മഴക്കാലത്താണെങ്കിലും ത്രില്ലർ മൂവീസ്, പോലീസ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ ആസിഫ് അലിയുടെയും ബിജു മേനോൻ്റെയും ആക്റ്റീവ് മുഹൂർത്തങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് തലവൻ.
തലവൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സിലൂടെ അടുക്കുമ്പോൾ നമുക്കൊരു മിസ്കമ്മ്യൂണിക്കേഷൻ മനഃപൂർവ്വം തരുന്നതാണോ എന്നറിയില്ല. കാരണം ഇതിലൊരു അൺഫിനിഷ്ഡ് ജോബ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു സെക്കൻഡ് ഭാഗം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ തലവൻ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും തലവനായ ദൈവം, അല്ലെങ്കിൽ അങ്ങനെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. കാരണം എത്രയൊക്കെ നമ്മൾ ഒരു ക്രൈമിനെ മറച്ചു വെച്ച് ഒരു ക്ലീഷേ ഡയലോഗാണ് ദൈവമായിട്ട് ഒരു തെളിവ് അവിടെ അവശേഷിപ്പിക്കും എന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ തലവനെ കാണാം. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആരാണ് ഹെഡ് എന്നുള്ള ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. ഞാനാണ് സുപ്പീരിയർ, നീയാണോ സുപ്പീരിയർ. ഈ സുപ്പീരിയേഴ്സും ഇവരുടെ റാങ്ക് വൈസുള്ള അതായത് താഴെ നിന്നുള്ള ആസിഫ് അലി തുടങ്ങിയിട്ട് ശങ്കർ രാമകൃഷ്ണൻ വരെയുള്ളവരുടെ തലവൻ ആര് എന്നുള്ളൊരു അവരുടെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഈ സിനിമയിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിലും അതും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തലവൻ എന്നുള്ള പേരും ആ രീതിയിലാണ് അവരിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ത്രില്ലർ മൂവി, പോലീസ് സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന മൂവിയാണ് തലവൻ.